ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്രാവശ്യം നമുക്ക് വന്നേക്കേണ്ട കണ്ടസ്റ്റൻറ്റുകൾ കൂടുതലും ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേർക്കും മരവാഴ എന്നുള്ള പേരൊക്കെ കിട്ടിയിട്ടുള്ളത്. അതിൽ മെയിനായിട്ട് എനിക്ക് പറയേണ്ടത് സായിയുടെ പേരായിരിക്കുള്ളൂ. ആൾ വൈൽഡ് കാർഡായിട്ടാണ് നമുക്ക് ഹൗസിനുള്ളിലേക്ക് വരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. പക്ഷേ വന്നപ്പോൾ മനസ്സിലായി പുറത്ത് കാണുന്ന ആളെയല്ല വീട്ടിൽ കാണുന്നത്. ആൾ നേരെ തിരിച്ചാണ്, വളരെ സൈലൻ്റാണ്. ഫിസിക്കൽ ഗെയിം ഒന്നും ചെയ്യാൻ ആൾക്ക് ഒട്ടും വയ്യ, തീരെ വയ്യ, എപ്പോഴും വയ്യായികയാണ് ഫിസിക്കൽ ടാസ്ക്കൊക്കെ വരുമ്പോൾ. അതേപോലെ ഫാമിലി റൗണ്ടൊക്കെ വന്നപ്പോൾ വൈഫിനെ കണ്ടു, അച്ഛനെ കണ്ടു. അപ്പോൾ ആളുടെ ആ ഒരു ഉള്ള എനർജിയും കൂടി പോയതായിട്ട് തോന്നിയത്. കാരണം ആൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് സന്തോഷമായി, എനിക്കിനോട് നിൽക്കണമെന്നില്ല എന്നൊക്കെ വൈഫിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, പുള്ളിക്ക് സത്യം പറഞ്ഞാൽ കപ്പ് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ പോയാൽ മതി എന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പുള്ളീനെ നമുക്ക് ഫസ്റ്റ് പ്ലേസിൽ തന്നെ മരവാഴ എന്നുള്ളൊരു കാറ്റഗറി പെടുത്താം. പിന്നെ നെക്സ്റ്റ് വരുന്നത് അൻസിബയാണ്. അൻസിബയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരും ഒട്ടും ഫിസിക്കലായിട്ട് യാതൊരു കാര്യത്തിലും ഇൻവോൾവ് ഒരു ടാസ്ക് ഒന്നും ചെയ്യാറില്ല. ആൾ അടുക്കളയിൽ പാചകത്തിനൊക്കെ മിടിക്കുകയാണ്. അതേപോലെ ഇഷ്ടമുള്ള ആൾക്കാരെ ചേർത്ത് നിർത്താൻ, അത് ഋഷി, ഇപ്പോൾ ജാൻമോണി, അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കാനോ ഒന്നിനും ആളെ കിട്ടില്ല. അപ്പോൾ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ കാര്യങ്ങൾ അവർക്ക് അറിയാലോ എന്നുള്ള രീതിയാണ്. അതേസമയം അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ എന്തെങ്കിലും തെറ്റ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും അവരോട് പക വീട്ടുന്ന പോലെ നമുക്ക് പറമ്പി കയറിപ്പോൾ നമ്മളത് കണ്ടതാണ്. പുള്ളിക്കാരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് അപ്പം മനസ്സിലായതാണ്. അതാണ് അൻസിബയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് നമുക്ക് ഋഷിയുടെ കാര്യമാണ്. ഋഷി ഫിസിക്കൽ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരെ ആൾക്ക് നേരെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വളരെ ശക്തമായിട്ട് മോശമായ ഭാഷയിൽ തന്നെ ആൾക്കാർ തിരിച്ചടിക്കും. പക്ഷെ അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആ ഹൗസിൽ ആരുമില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർ പറഞ്ഞാലൊക്കെ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഋഷി എന്ത് പറഞ്ഞാലും അപ്സരനൊക്കെ വളരെ മോശമായ വർത്തമാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും അത് ചോദ്യം ചെയ്യാൻ ഒന്നിനും വരുന്നതായിട്ട് ഇത് കണ്ടിട്ടില്ല. ആൾ ആ ഒരു ടൈമിൽ മാത്രമാണ് അവളുടെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ കുശുമ്പ് പറയാനും അൻസിബയോട് അവിടെ ഇരിക്കുന്നത് കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ആക്റ്റീവായിട്ടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് സിജോയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ വന്നപ്പോൾ തീപ്പൊരിയായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അൻസിബ പറഞ്ഞ പോലെ തന്നെ ഒരു തീപ്പൊട്ടിക്കുള്ളിയായിട്ട് പോലും നമുക്ക് തോന്നിയിട്ടില്ല. ആൾ കുറേ ഗെയിം പ്ലാൻ ഈ സായി ആയിട്ട് പറയുന്നുണ്ടെന്നല്ലാതെ ഒന്നും അവിടെ പ്രാവർത്തികമാക്കാൻ നോക്കുന്നതായിട്ടോ അതല്ലാതെ ആക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഫിസിക്കൽ ടാസ്ക് ആളുടെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ആൾക്ക് അതിലും ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സിജോയും ഒരു വാഴയായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് അഭിഷേകാണ്. അഭിഷേകിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ന സമയത്ത് വളരെ പവർഫുള്ളായിട്ടാണ് വന്നത്. കാരണം നമുക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര ഇതാണ്, അപ്പോൾ എന്തൊക്കെയോ ഗെയിം ചേഞ്ച് ആകും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. വന്ന സമയത്ത് ഉണ്ടായ എന്തോ ഒരു എനർജി, അത് യെല്ലോ കാർഡ് ഇട്ടോടുകൂടി അതും ഇല്ലാണ്ടായി. പിന്നെ ആളെ കാണണമെങ്കിൽ ആരെങ്കിലും അൻസിബയോടോ അല്ലെങ്കിൽ സായിയുടെ കൂടെ നന്ദനയുടെ കൂടെ നടന്ന് വർത്താനം പറഞ്ഞ ആ ഒരു സമയത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. പവർ റൂമിൽ കയറിയിട്ടും യാതൊരു പവറും ഉണ്ടായിരുന്നില്ല. ഇവർ പറഞ്ഞാൽ കേട്ട് മിണ്ടാണ്ടിരിക്കുന്ന ഒരാൾ അത്രേ തോന്നിയിട്ടുള്ളൂ. കൂടുതൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ആൾ നേടുന്നത് സിമ്പതി വോട്ടുകളായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അമ്മയില്ല ആ ഒരു അത് നമുക്കും ഇപ്പറണം സെൻറ്റിമെൻ്റലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഗെയിമിനെ സംബന്ധിച്ച് ഒരിക്കലും അത് വർക്കൗട്ട് ആക്കേണ്ട കാര്യമില്ല. പിന്നെ ആൾക്കും അത് താല്പര്യമാണെന്ന് ആൾ പറഞ്ഞിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ആയിട്ടുള്ള ഒരു വോട്ടും വേണ്ട, ആ ഒരു ഇതിൽ തന്നെയാണ് ആൾ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു വോട്ടാണ് കൂടുതലും അഭിഷേകിന് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അഭിഷേക് അവിടെ ഒന്നും ചെയ്യുന്നതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെയുള്ളത് ശ്രീതു അർജുൻ കോംബോ ഉള്ളത് കൊണ്ടാണ് കൂടുതലും വോട്ട് നേടി മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. ആൾക്കിപ്പോൾ ഒരു ക്യാപ്റ്റൻസി ഒക്കെ കിട്ടിയപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും ആക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒട്ടും ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തി തന്നെയാണ് ശ്രീതു. നല്ല വ്യക്തിത്വമുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് അതുകൊണ്ടല്ല, നമുക്കൊരു കണ്ടൻറ്റ് പ്രേക്ഷകർക്ക് എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിലൊക്കെ ശ്രീതു വളരെ പരാജയമാണ്. അതേപോലെ തന്നെയാണ് അർജുൻ എന്ന് പറയുന്നത്. അർജുൻ്റെ കാര്യം പറയുന്നത് ഫിസിക്കൽ ടാസ്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് വന്ന ഇടക്ക് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. ക്യാപ്റ്റനായിട്ട് ആണ് വന്ന ആഴ്ച തന്നെ ഒരു ക്യാപ്റ്റൻസി നേടിയ ആളാണ്. പക്ഷേ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അർജുന് പറ്റിയില്ല. അർജുൻ എപ്പോഴും ഒരു അലസൻ പോലെയാണ് തോന്നുന്നത്. അതേസമയം ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണെങ്കിൽ ആൾ വളരെ എനർജറ്റിക് ആയിരിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് ആളെ കാണുമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ശ്രീധുവായിട്ടുള്ള ഒരു കോമ്പോയിൽ മാത്രം ഇത്ര നാളെ പിടിച്ചു നിന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ഋഷി, അതേപോലെ അഭിഷേക്, അർജുൻ, അവർ മൂന്നുപേരും ഈ ഒരു കാറ്റഗറിയിൽ വരില്ലായിരുന്നു. പക്ഷേ അതുമാത്രമല്ലല്ലോ അവിടെ വേണ്ടത്. അവിടെ ശരിക്കും നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു സംഗതിയുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഈ 7 പേരും വളരെ പരാജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. എനിക്കറിയാം ഇതിനെതിരെ അഭിപ്രായമുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ അവർക്കെല്ലാവർക്കും ഇതിനെതിരെ പ്രതികരിക്കാം. ഓക്കെ.